and welcome to yet another beautiful week on Youngistan. Dance forms are always gaining pace among youngsters. Bharatanatyam, Mohiniyattam, freestyle, contemporary dance അങ്ങനെ ഒരുപാട് ഡാൻസ് ഫോംസ് നമ്മുടെ കേരളത്തിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യങ്ങിസ്ഥാനിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. കഥക് പാഷൻ ആക്കിയ ഒരുപാട് സ്റ്റേജസിൽ മെസ്മറൈസിംഗ് പെർഫോമൻസ് കാണിച്ച സുശീല പൈ ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സോ ലെറ്റ് മീ വെൽക്കം സുശീല മാം ടു മൈ ഷോ. ഹലോ മാം, താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് മീ ഓൺ മൈ ഷോ. മാം ടെൽ മീ, ഈ കഥക്കിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ടെൽ എ സ്റ്റോറിയാണ്. സോ ഇപ്പം ഈ ഒരു റിയൽ ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം കേരളത്തിൽ കാണുന്ന ഒരു ഡാൻസ് ഫോമാണ്. ആക്ച്വലായിട്ടും നിങ്ങൾക്ക് ആ സ്റ്റോറി പറയാൻ പറ്റുന്നുണ്ടോ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ, ആസ് ഇൻ ത്രൂ ദിസ് ഡാൻസ് ഫോം കോൾ കഥക്? ഷുവർ, വൈ നോട്ട്. നമ്മൾ ഇപ്പോൾ ഏതൊരു സ്റ്റോറി എടുത്താലും അതിൻ്റെ ഭാവാസ് എടുത്തിട്ട് നമ്മളത് കഥക്കാകുമ്പോൾ ഭയങ്കര സട്ടിലായിട്ടായിരിക്കും നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത്. മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യം ഡാൻസേഴ്സ് ആകുമ്പോൾ അവരുടെ അഭിനയ രീതി ടോട്ടലി വ്യത്യസ്തമാണ്. പക്ഷെ ഇതിലാകുമ്പോൾ കുറച്ചും കൂടി സട്ടിലായിരിക്കും. അപ്പം ഭാവാസ് അതനുസരിച്ച് നമുക്ക് ഏത് സ്റ്റോറീസ് എടുക്കുകയാണെങ്കിലും നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ. സോ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ കൂടുതൽ യൂസ്ഡ് ആവുന്നത് ഭരതനാട്യം ആൻഡ് മോഹിനിയാട്ടം, ബിക്കോസ് കേരളത്തിന്റെ തനിമയുള്ള ഡാൻസ് ഫോംസ് ആണ്. കഥക് ഇപ്പം വന്നതാണ് കേരളത്തിലേക്ക്. സോ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ടോ? ഷുവർ, അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം നമ്മളിപ്പോൾ റീസെൻ്റ്ലി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാമായണത്തിലെ സ്റ്റോറീസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അതിൽ ശൂർപ്പണഖ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എടുത്ത് ചെയ്തായിരുന്നു. കാര്യം മിത്തോളജി, ഇന്ത്യൻ മിത്തോളജി എന്തായാലും എല്ലാവരും ഫെമിലിയർ ആണ്. അതിൻ്റെ സ്റ്റോറീസ് എടുത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മീഡിയം വ്യത്യാസമുള്ളതെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ആൻഡ് മോർ ഓവർ ഇതിൽ നമ്മൾ കർണാട്ടിക്കിൽ നിന്ന് മാറി ഹിന്ദുസ്ഥാനി സ്റ്റൈൽ ഓഫ് മ്യൂസിക്, അതിൻ്റെ എലമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് എ ഫ്രഷ് വേവ്, സീയിങ് സംതിങ് ന്യൂ, സംതിങ് ഡിഫറെന്റ്, സെയിം സ്റ്റോറി ഇൻ എ ഡിഫറെന്റ് മാനർ. Okay, how is the new trend in youngsters? Are they interested to study Kathak? Yes, very much. The response thankfully has been enormous, overwhelming actually. കാര്യം ഈ ഇതിൻ്റെ താള് അവർക്ക് they are captivated by the rhythm. കാര്യം ഇതൊരു പുതിയതായതുകൊണ്ട് ഹിന്ദുസ്ഥാനി സ്റ്റൈല് ഫോളോ ചെയ്യുന്നുണ്ട്. അത് പിക്കപ്പ് ചെയ്യുക, അതവർ കാലിലൂടെ ആ ഫുട് വർക്ക് ക്യാച്ച് ചെയ്യുക, അത് കഴിയുമ്പോൾ അവരുടെ ആ സന്തോഷം കാണും. യെസ്, ഐ ഡിഡ് ഇറ്റ് എന്നുള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് എ ചാലഞ്ച് ഫോർ ദം ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് സംതിങ് ന്യൂ ഫോർ ദം. ഓക്കെ മാം, ചാലഞ്ച് ഉദ്ദേശിച്ചത് ബിക്കോസ് ഇവർ പഠിച്ചു വന്നത് ചിലപ്പോൾ ഭരതനാട്യം ആൻഡ് മോഹിനിയാട്ടം ആയിരിക്കും. സോ ദ ട്രാൻസ്ഫോർമേഷൻ ടു കഥക് ഡിഫറെൻ്റ് ആണ്. അതാണ് ഇപ്പം ഒരുപാട് പഠിച്ച കുട്ടികൾക്ക് ദേ ഹാവ് ടു അൺഡു വാട്ട് എവർ ദേ ഹാവ് ലേൺഡ്. അല്ലെങ്കിൽ ആ ഭരതനാട്യത്തിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ മോഹിനിയാട്ടം സ്റ്റൈൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞ് അത്രയും അതിലേക്ക് ഇൻവോൾവ് ആണ്ട് നമ്മുടെ പുതിയതായിട്ടുള്ള ഒരു സ്റ്റൈലിൻ്റെ എല്ലാ ഇൻട്രിക്കസീസും പഠിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അവരുടെ ചാലഞ്ച്. പക്ഷെ ഫ്രഷ് ആയിട്ട് വരുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാൽ പോലും അവർക്ക് റിതം പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ട്രെയിൻഡ് ഡാൻസേഴ്സിന് റിതം പിടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ദേ ഹാവ് ടു അൺഡു വാട്ട് ദേ ഹാവ് ലേൺഡ്. സോ ഈ കഥകിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇറ്റ് വാസ് സെഡ് ദാറ്റ് ഒരു ദേവദാസി അല്ലെങ്കിൽ ഒരു കോർട്ട് റൂം ഡാൻസർ എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെയുള്ളവരെ ആ സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പോൾ എവിടെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഷോസ് ആയിരിക്കും, അല്ലെങ്കിൽ വി വിൽ ബി ഡൂയിങ് ഇറ്റ് ഫോർ സം കൈൻഡ് ഓഫ് എ കലാമേള. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. പഴയ കോണ്ടെക്സ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് ഏതൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോം എടുത്തു കഴിഞ്ഞാലും വിട്ടു മാറിയിട്ടുണ്ട്. ബിക്കോസ് ഓഡിയൻസ് ഇസ് ന്യൂ. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ പുതുതാണ്, ഐഡിയാസ് പുതുതാണ്. ചിലപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ തീംസ് എടുത്തായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഴയ സ്റ്റോറി എടുത്തിട്ട് ഒരു പുതിയ സ്റ്റൈലിൽ ആൾക്കാർക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. സോ ഐ തിങ്ക് വി ഹാവ് മൂവ്ഡ് ഓൺ ഫ്രം ഓൾ ദോസ് stigmas. Alright. So as you said, modern style ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും youngsters prefer lots of freestyle, contemporary dance. അല്ലേ? They have their own language, body language of expressing dance. So അങ്ങനെയുള്ളപ്പം ഈ കഥക്കിൻ്റെ ഒരു ട്രഡീഷണൽ വാല്യൂ, is it still there? ഓഫ് കോഴ്സ് അതുണ്ട്. കാര്യം ട്രഡീഷണൽ ഏതൊരു ഡാൻസ് ഫോം ട്രഡീഷണൽ എടുക്കുകയാണ് അതിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ്റെ കൂടെ നമുക്ക് ബോഡിക്ക് തന്നെ ഒരുപാട് നമുക്കൊരു സ്റ്റൈലൈസേഷൻ പോസിബിൾ ആണ്. ഫ്രീ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. ദേ ക്യാൻ ഡു വാട്ട് എവർ ദേ വോണ്ട് ടു ഇൻ എ ന്യൂ വേ. പക്ഷേ ട്രഡീഷണൽ ഡാൻസ് ഫോംസ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റൈല് അത് നമുക്ക് ഏതൊരു രീതിയിലും നമുക്ക് പിന്നെ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ കഥക്ക് പഠിക്കുമ്പോൾ എന്താണ് കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടുന്ന
തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ആ ഗ്രേസ്, ഇറ്റ്സ് എ വെരി ഗ്രേസ്ഫുൾ ഡാൻസ് ഫോം. ഞാൻ പറഞ്ഞ പോലെ സട്ടിലായിട്ട് നമുക്ക് ഇമോഷൻസ് കാണിക്കാം. പിന്നെ അതിൻ്റെ ഫുട് വർക്ക്സ് ആൻഡ് ദ ടേൺസ് അതെല്ലാം അവർക്ക് ഒരു പുതിയ തരം ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ദേ ലവ് ഡൂയിങ് ദിസ്. കണ്ടംപററിയിൽ ഫ്രീഡം ഉണ്ട്. യു ആർ ആസ്കിങ് മീ, ഐ എം ഓൾസോ എ കണ്ടംപററി ഡാൻസർ. സോ അതിന് ഫ്രീഡം ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ദിസ് ഇസ് സംതിങ് ന്യൂ. Okay. So how different is it? Ippathe youngsters in idea, when they come to you, do they say that we want to participate for a reality show? We have a competition coming up. Yes. So angane mariyo dance inde oru reethi adeyo ade consistent kore varshamayitte പഠിക്കുന്ന? സി സത്യം പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻസിന് അല്ലെങ്കിൽ റിയാലിറ്റി ഷോസിലേക്ക് വരുന്ന സ്റ്റുഡൻസ് കംപ്രൈസ് ഓൺലി ഓഫ് 10-15% ഓഫ് ദ സ്റ്റുഡൻസ് ഹു കം ഹിയർ. ബാക്കി കൂടുതൽ കുട്ടികളും ഇതൊരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. ബിക്കോസ് ദേ ആർ കോട്ടപ്പ് ഇൻ ദർ ഓൺ വേൾഡ്. സ്റ്റഡീസ് ആവട്ടെ, വർക്ക് ആവട്ടെ, എന്തെങ്കിലും അവരുടേതായിട്ടുള്ള ഓൺ ബിസി ലൈഫിൽ നിന്ന് ഒരു ആർട്ട് ഫോമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ദം ഗ്രേറ്റ് പ്ലെഷർ. So 75% I can say come only for the happiness they get from dancing. Baki 25% of course they കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഡാൻസ് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് പോകുന്നവർക്ക് ഇത് ഒരു പുതിയ ട്രെൻഡ് ആയതുകൊണ്ട് കഥക് അവർ അഡാപ്റ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ നമ്മളുടെ ഇപ്പോഴത്തെ ഈ കേരളത്തിലേക്ക് കഥക് ഒരുപാട് അങ്ങനെ പക്ഷെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല. ഇപ്പൊ ഡാൻസ് ആണെങ്കിൽ നമുക്കറിയാം, ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കി ഒരുപാട് ഡാൻസ് സ്കൂൾസും ഒരുപാട് ടീച്ചേഴ്സും ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ അധികം കഥക് ടീച്ചേഴ്സ് ഇല്ല. സോ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു വളരെ ലിമിറ്റഡ് നമ്പർ ആയിട്ട്? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥക് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ ആർട്ട് ഫോം. അതിന്റെ ബേസ് തന്നെ ഹിന്ദുസ്ഥാനി സ്റ്റൈലാണ്. സൗത്ത് ഇന്ത്യൻസ് നമുക്ക് കൂടുതലും കർണാട്ടിക് മ്യൂസിക്കും ആ സ്റ്റൈൽ ഓഫ് ആർട്ട് ഫോംസ് ആണ് നമുക്ക് കൂടുതൽ പരിചയം. ഇപ്പം ഇത് അവിടെ നിന്ന് പഠിച്ച് വന്നവർക്ക് ഇത് ഇവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ സ്കൂളിൽ തന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുരു ശ്രീമതി ദീപാലി വിചാരിയാണ്. അവർ ബോംബെയിലെ ഒരു ലെക്ചററാണ് ഇൻ കഥക് ഇൻ ന്യൂമറസ് യൂണിവേഴ്സിറ്റീസ് ഡേ. പുള്ളിക്കാരത്തി ഇവിടെ വന്ന് അതേ സ്റ്റൈല് തന്നെ ഇവിടെ വേണം. അതിൻ്റെ എസെൻസ് ഒട്ടും മാറിപ്പോവരുത്. കാര്യം ഫ്യൂഷൻസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. കുറച്ച് കഥക്ക് പഠിച്ച് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് ഫോംസ് എടുത്ത് എല്ലാവരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ കഥകിൻ്റെ സെയിം അത് എസെൻസ് മാറാണ്ടിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം അവർക്കുണ്ട്. സോ ഷീ കംസ് റെഗുലർലി വന്ന് നമുക്ക് എല്ലാവർക്കും ട്രെയിൻ ചെയ്യുന്നു. അതുകൊണ്ടാവാം മേ ബി ഇവിടെ കേരളത്തിൽ സ്കൂൾസ് കുറവ്. maybe 1 or 2 you will find. എന്നുവെച്ചാൽ അത് അവിടെ നിന്ന് വന്ന ഒരു ആർട്ട് ഫോം ആയതുകൊണ്ട് അവരാണ് അതിൽ നന്നായിട്ട് പഠിച്ചിട്ട് അറിവുള്ള ആൾക്കാർ. അവരിവിടെ വന്നിട്ട് അത് പഠിപ്പിക്കണം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണല്ലോ. ട്രാവലിംഗ് ഉണ്ട്, എഫേർട്ട് ഉണ്ട്. സോ മേ ബി ദാറ്റ്സ് വൈ. സോ ഇവിടുത്തെ കുട്ടികളിലെ മെജോറിറ്റിയും ഗേൾസ് ആണ്, ബോയ്സ് ആണ്? ഡു വി ഹാവ് ബോയ്സ് ഹു വാണ്ട് ടു ലേൺ കഥക്? യെസ്, ഡെഫിനറ്റ്ലി. എനിക്ക് 2-3 ഓഫ് ദെം ആർ മെയിൽ മെമ്പേഴ്സ് ഓൾസോ. ബട്ട് ഇൻവേരിയബ്ലി മെജോറിറ്റി ഗേൾസ് ആണ്. പക്ഷെ കഥക് ഇറ്റ്സ് ഓൾസോ വെരി എന്താ പറയുക ഗ്രേസ്ഫുൾ ഫോം ഫോർ ദ മെൻ ഓൾസോ. ആ ടേൺസ് എടുക്കുന്ന രീതിയും അവരുടെ ആ സ്റ്റാൻഡിങ് പോസ്റ്റേഴ്സ് ഫ്രീസ് ചെയ്ത് നിൽക്കുമ്പോഴും എല്ലാം ഡെഫിനറ്റ്ലി മെയിൽ മെമ്പേഴ്സ് പെർഫോം ചെയ്യുന്നത് കാണാനും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയും എനർജിയും ഉണ്ട്. പക്ഷെ ഞാൻ ചില ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മെയിൽ ഡാൻസിങ്, അതായത് കഥക്കിലോ മോഹിനിയാട്ടത്തിലോ രണ്ടിലും ഇറ്റ് ഈസ് നോട്ട് വെരി എത്തിക്കൽ. അതായത് അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെൺകുട്ടികൾ കളിക്കുമ്പോഴാണ്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? No, I don't agree with that point. Mohiniyattam maybe because it's a dance of the enchantress or അതിൽ വളരെ ഒഴുകി കളിക്കുന്ന ഒരു ഫോം ആയതുകൊണ്ട്. പക്ഷെ കഥക്കിൽ ഇറ്റ്സ് മോർ ലൈക്ക് റിജിഡ് പോസ്ചേഴ്സ് വിത്ത് എ എലമെന്റ് ഓഫ് ഗ്രേസ്. അപ്പം ഈ ഞാൻ അടുത്തിടെ ഒരു പെർഫോമൻസ് കണ്ടു വേർ 10 മെയിൽ മെമ്പേഴ്സ് വെ പെർഫോമിങ്. ഒരേ താളത്തിൽ 10 പേര് നിന്നിട്ട് സിങ്ക്രണൈസ്ഡ് ആയിട്ട് ആ ചക്രീസ് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ടോട്ടലി ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അപ്പം ഐ ഡോണ്ട് തിങ്ക് സോ അത് ഗേൾസിന് മാത്രം ലിമിറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഫോം ആയിരിക്കുന്നത്. അപ്പം സോ അതുകൊണ്ടാണ് നമുക്ക്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഡാൻസ് സ്കൂൾസ് അല്ലേ, ഇപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള സ്കൂൾസ് ഉണ്ട്, അവിടെ എല്ലാം പാട്ടും ഡാൻസും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാഡമിയാണ് അങ്ങനെ. പക്ഷെ അവിടെ ഒന്നും കഥക്കിനൊരു വാല്യൂ ഇപ്പോഴും വന്നിട്ടില്ല. വൈ ഡു യു തിങ്ക് ഇറ്റ് ഇസ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് നോർത്ത് ഇന്ത്യൻ ആർട്ട് ഫോം ആയതുകൊണ്ട് അവിടെ നിന്ന് നന്നായിട്ട് പഠിച്ചറിഞ്ഞവർ ഇവിടെ വന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഓൾസോ ഓഡിയൻസിനും ഇതിന്റെ ആ ന്യൂവൻസസ് ഇപ്പോഴും അറിയില്ല. അവർക്ക് ഇപ്പോഴും ആ ഒരു ഇതിലേക്ക് ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടില്ല. താങ്ക്ഫുള്ളി വി ഹാവ് വെരി ഗ്രേറ്റ് പെർഫോമേഴ്സ് കമ്മിങ് ഹിയർ ആൻഡ് പെർഫോമിങ് ഹിയർ ഇൻ സെവറൽ സെന്റേഴ്സ്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഒഡീസി, മണിപ്പൂരി ആൻഡ് കഥക് ആർ ഓൾ ഗെറ്റിംഗ് എ പ്ലാറ്റ്ഫോം. അപ്പോൾ അപ്രിസിയേഷനും കൂടുന്നുണ്ട്. ഓക്കെ.
സോ ഇപ്പം പറഞ്ഞില്ലേ മാം പറഞ്ഞില്ലേ ഒരുപാട് വേരിയേഷൻസ് കൊണ്ടുവരുന്നുണ്ട് കഥക്കിൽ. ഇപ്പൊ ട്രഡീഷണൽ മാറിയുള്ള കഥക്കിൽ എന്തൊക്കെ വേരിയേഷൻസ് ആണ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്? വാട്ട് ന്യൂ സ്റ്റഫ്സ് ഹാവ് യു ബ്രോട്ട് ഓൺ ദോസ്? നമ്മളിപ്പോൾ ട്രഡീഷണലി ഇപ്പോൾ ഫുട് വർക്ക് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ താള് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ താൾസ് വേരിയേഷൻസ് എടുത്ത് ഹിന്ദുസ്ഥാനി താൾസ് എടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ഭജൻസ് എടുത്തിട്ട്, അതായത് കാര്യം ചിലപ്പോൾ ടോട്ടലി ന്യൂ ആയിട്ടുള്ള സോങ് നമ്മുടെ ഓഡിയൻസിന് ചിലപ്പോൾ അത് അത്രയും അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ മ്യൂസിക് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കഥക് സ്റ്റൈലിൽ കൊറിയോഗ്രാഫീസ് ചെയ്തിട്ടുണ്ട്. സോ പേരൻസ് എങ്ങനെയാ, വാട്ട് ഈസ് ദെയർ ഔട്ട്കം? അവരുടെ എങ്ങനെയാണ്? ദേ ആർ വെരി എൻത്യൂസിയാസ്റ്റിക്. അവർക്ക് ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, കാര്യം കഥക്ക് അതിൻ്റെതായിട്ടുള്ള ഒറിജിനൽ ഫോമിൽ പഠിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ. ദേ ആർ വെരി എൻതൂസിയാസ്റ്റിക്. കാര്യം അവർ ഈ പുതിയ സ്റ്റൈല് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ കുട്ടികൾ ഇത് പഠിക്കണമെന്ന് വളരെയധികം ആഗ്രഹം കാണിച്ചു. അപ്പം അവർ പറഞ്ഞില്ല ഭരതനാട്യമാണ് സ്കൂളിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ ആഗ്രഹം, 3 വയസ്സ് മുതലേ ഭരതനാട്യം പഠിപ്പിച്ചു, ഇനി കഥക്കും കൂടെ പഠിച്ചാൽ വ്യത്യാസം വരുമോ? ഐ മീൻ ഹാവ് യു ടോൾഡ് ദം ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അൺഡു എവറിതിങ്? അത് അവർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ഭരതനാട്യം ട്രെയിനിങ് പോവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റൈലിൻ്റെ ആ ഒരു ഇത് പോവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള രീതി നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതാണ് കഥക്, സോ യു പുട്ട് ദിസ് ഇൻ വൺ ബോക്സ്. അറ്റ് ദ സെയിം ടൈം ഇവർ ഇത്രയും നാളായിട്ട് ഭരതനാട്യം പഠിച്ചത് കാരണം ആ ശൈലി എന്തായാലും അവരുടെ ബോഡിയിലുണ്ടാവും. പക്ഷേ ഈ ഒരു ഫോമാറ്റ് കഥക് അല്ല, ഇപ്പോൾ ഏതൊരു പുതിയ ഫോമാറ്റ് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ റൂൾസ് ഇതാണ്. അപ്പോൾ അതൊന്ന് കേറ്റർ ചെയ്യുക. പിന്നെ ഓഫ് കോഴ്സ് ബൈ പ്രാക്ടീസ് യു വിൽ ബി ഏബിൾ ടു handle both ways. So how do you define Kathak? Can you just tell me, ഇപ്പോൾ ഒരു കുട്ടി വരുവാണ്, ജോയിൻ ചെയ്യാൻ വരുവാണ്, how would you explain to her that this is what Kathak is? എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുക? നമ്മൾ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ഹിന്ദുസ്ഥാനി സ്റ്റൈൽ ഓഫ് താൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ബേസിക് ഒരു റിതമിക് ഫുട് വർക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ ഫുട് വർക്ക് നമ്മൾ ജനറലായിട്ട് എല്ലാവർക്കും ഒരു റിതം ഉള്ളതാണ്. നമ്മൾ ഒരുപാട് കുട്ടികളെ ഇതാണ് അതാണ് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഒരു പേടിപ്പിക്കാതെ ബേസിക്കലി നമ്മൾ 16 കൗണ്ട്സ്, 3 താളിന്റെ കൗണ്ട്സോടെ സ്റ്റാർട്ട് ചെയ്യും. മൂവിയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ 16 കൗണ്ട്സ് ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻ ദ നോർമൽ ലെവൽ, പിന്നെ പതുക്കെ പതുക്കെയാണ് അതിന്റെ സ്പീഡ് കൂട്ടി തുടങ്ങുന്നത്. പിന്നെ വൺസ് ആ ഫുട് വർക്ക് ഒന്ന് തറോ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഹാൻഡ് ജെസ്റ്റേഴ്സ്, അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ അതിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നു. ഓക്കെ, ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും അതുപോലത്തെ ഡാൻസ് ഫോംസിനൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒരുപാട് വരും. കഥക്കിനുണ്ടോ അത്? ഡെഫിനറ്റ്ലി. കഥക്കിന് ഇപ്പം മാധുരി ദീക്ഷിത്തിന്റെ ഏതൊരു സോങ് എടുത്തു കഴിഞ്ഞാലും ഇറ്റ്സ് ഓൾ ഫുൾ ഓഫ് സട്ടിൽ എക്സ്പ്രഷൻസ്. അവർ ഏതൊരു സീരിയസ് ഇമോഷൻ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഇമോഷൻസ് എടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ബാക്ക്ഗ്രൗണ്ട് കഥക്കായതുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ ഭംഗി തന്നെ വേറെയാണ്. ഓക്കെ ഓക്കെ. സോ ഇത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ അതിനൊരു സ്ക്രിപ്റ്റ് ഇതുണ്ടോ, ലിറ്ററേച്ചർ ഉണ്ടോ, പഠിക്കാനുള്ള തിയറി ഉണ്ടോ? തിയറി ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇപ്പം ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലൂടെ നമ്മൾ തിയറി പാർട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇതിൻ്റെതായിട്ട് ചെറിയ ചെറിയ തുക്ടാസ് എടുത്തിട്ട് അതിൻ്റെതായിട്ടുള്ള ഭാവങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ കഥക്കിൻ്റെ ഒരു വേറെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വരുമ്പോഴത്തേക്കും ദ ലുക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗ യു ക്യാരി യുവർ സെൽഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ സ്റ്റേജിൽ വരുന്ന ആ കോസ്റ്റ്യൂംസ്, ഹൗ ഡു യു ഗ്യാദർ, ഹൗ ഡു യു ബ്രിങ് ഓൾ ദിസ് ടുഗെദർ? ഈ എലിമെന്റ്സ് ഒക്കെ നമ്മളുടെ ഈ കേരളത്തിൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? വെൻ യു ഗോയിങ് ടു ടൈലർ യു സെയിങ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ നീഡ്, ബിക്കോസ് അവർ ദേ ആർ യൂസ്ഡ് ടു ദ മോഹിനിയാട്ടം ആൻഡ് ഭരതനാട്യം സ്റ്റൈൽ ഓഫ് സ്റ്റിച്ചിങ്. സോ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ബട്ട് താങ്ക്ഫുള്ളി നമ്മുടെ ടൈലേഴ്സ് ആർ വെരി വെർസറ്റൈൽ. നമ്മൾ ഏതൊരു പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാലും ദേ കം അപ്പ് ടു ഇറ്റ്. ഓഫ് കോഴ്സ് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആ പാറ്റേൺ നമ്മൾ വേറെ എവിടെന്നെങ്കിലും അതൊന്നല്ലെങ്കിൽ ബൈ നെറ്റ് വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ സ്റ്റൈലിൽ നമ്മുടെ ഇവിടുത്തെ ടൈലേഴ്സിന് ദേ മേക്ക് എ ബ്യൂട്ടിഫുൾ ജോബ് ഔട്ട് ഓഫ് ഇറ്റ്. ഞങ്ങൾ ഇപ്പോഴത്തെ 2-3 ലാസ്റ്റ് പെർഫോമൻസസിന് ഇവിടുന്ന് തന്നെയാണ് കോസ്റ്റ്യൂംസ് സ്റ്റിച്ച് ചെയ്തത്. കാര്യം കമ്മിങ് ഫ്രം ബോംബെ ഓർ ഡൽഹി ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അപ്പം അത് നമുക്ക് ഇവിടെ താങ്ങാൻ പറ്റില്ല. നമ്മൾ ഇവിടെ എല്ലാ മെറ്റീരിയൽസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. വാട്ട് അബൌട്ട് ദി ഓർക്കസ്ട്ര? അവർക്കും ഈ ഹിന്ദുസ്ഥാനി സ്റ്റൈൽ പാടാൻ പറ്റുന്നുണ്ടോ?
ഡെഫിനറ്റ്ലി പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ തബ്ല ആർട്ടിസ്റ്റാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നല്ല തബ്ല ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ വെച്ചാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇപ്പം ലാസ്റ്റ് പെർഫോമൻസിന് നമ്മൾ അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ചെയ്തത്. ബിക്കോസ് ഇവിടുത്തെ ആൾക്കാരായിട്ട് കർണാട്ടിക് സ്റ്റൈലാണ് അവർ യൂസ് ടു. ഹിന്ദുസ്ഥാനി ചെയ്യുന്നവരുണ്ട്. വി ആർ ആക്ച്വലി ഓൺ ദ ഹണ്ട് ടു ഫൈൻഡ് സംബഡി സൂട്ടബിൾ ഫോർ us. പിന്നെ പിന്നെ CDs അവൈലബിൾ ആയതുകൊണ്ട് വി stick to more of CD performances, vocal. What are the chances of Kathak career opportunities in our state, Kerala? കാര്യം ഇപ്പോഴത്തെ MG യൂണിവേഴ്സിറ്റിയിൽ there are other forms of dances എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി തന്നെ ഉണ്ട്. സോ മോസ്റ്റ്ലി എല്ലാവരും കുച്ചിപ്പുടിയാണ് കൂടുതലും കളിക്കുന്നത്. ബട്ട് ലാസ്റ്റ് 2-3 years ആയിട്ട് കഥക് പെർഫോമൻസസ് ആർ ഓൾസോ സീൻ. സോ അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു യൂണിവേഴ്സിറ്റി ലെവലിൽ പഠിപ്പിക്കാനായിട്ടും കഥക് എടുക്കാം. സോ എനി ഡാൻസർ പ്രൊഫഷണൽ ലെവലിൽ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് നമുക്കൊരു മെയിൻ സ്ട്രീം ഉണ്ടാവും. ഭരതനാട്യം അല്ലെങ്കിൽ MA ഇൻ ഭരതനാട്യം, MA ഇൻ മോഹിനിയാട്ടം, whatever. ബട്ട് അതോടുകൂടി അവർക്കൊരു ഒരു സബ്സിഡിയറി സബ്ജക്ട് എന്ന രീതിയിൽ വേറൊരു ആർട്ട് ഫോം എടുക്കാം. അപ്പം ഡെഫിനറ്റ്ലി ദേ ക്യാൻ ഓപ്റ്റ് ഫോർ കഥക്. ബിക്കോസ് അതിൻ്റെതായിട്ടുള്ള സ്റ്റൈല് ഇവിടുത്തെ ആൾക്കാർക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം ആര് പഠിച്ചാലും ഇപ്പൊ അവർക്ക് സാധ്യതകൾ കൂടുതലായിരിക്കും. ബിക്കോസ് there are few, only 2-3. Okay. So even stage performances, people prefer Kathak over Bharatanatyam? Yes, definitely. Prefer more of Bharatanatyam or more of Kathak എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംതിങ് ന്യൂ. സോ ആൾക്കാർക്ക് അത് കാണാനുള്ള ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും. ഭരതനാട്യം തന്നെ ഇവിടെ ഇപ്പോൾ കണ്ട് എല്ലാവരും ഒരു എന്താ പറയുക യൂസ് ടു ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒരു പുതിയ ആർട്ട് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. ഓക്കെ. ഈ എക്സ്പ്രഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, വാട്ട് ഐ ഹാവ് ലേൺഡ് ഇസ് ദാറ്റ് ഈ കഥക് നമ്മളുടെ ഈ ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം പഠിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ എക്സസൈസസ് ഒരുപാട് ചെയ്യണം. കണ്ണിന്റെ എക്സസൈസ് ഒരുപാട് ചെയ്യണം, മുഖത്തെ ഫേഷ്യൽ മസിൽസിന് എക്സസൈസ് ഒരുപാട് ചെയ്യണം. കഥക്കിനൊക്കെ ഇങ്ങനെയുണ്ടോ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരുത്താൻ വേണ്ടി? യെസ്, ഞാനിപ്പോൾ പഠിച്ചെടുത്തോളം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബാക്കിയുള്ള ആർട്ട് ഫോംസിനുള്ള പോലെ തന്നെ ഇതിനും നെക്കിൻ്റെ എക്സസൈസ്, കണ്ണിൻ്റെ എക്സസൈസ്, അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ എക്സസൈസുകൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ബേസിക്കലി നാട്യശാസ്ത്ര തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നാട്യശാസ്ത്ര. പിന്നെ only thing is ഞാൻ അവരുടെ ടെക്സ്റ്റുകൾ നോക്കിയപ്പോൾ എല്ലാം ഹിന്ദിയിലായിരുന്നു എന്ന് മാത്രം. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. സോ ലാംഗ്വേജ് നമ്മൾ പറയുന്നതും എല്ലാം ഹിന്ദിയിലാണ് കൂടുതലും. ഇപ്പം ഇതൊരു യൂണിവേഴ്സിറ്റീസ് ബേസ്ഡ് ഇൻ ബോംബെ ആയതുകൊണ്ട് നമ്മൾ അവരുടെ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് ആർ ഇൻ ഹിന്ദി. ബട്ട് നമുക്ക് എല്ലാത്തിനും ഇംഗ്ലീഷ് വേർഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ബേസിക് നോളജ് ഓഫ് ഹിന്ദി ഈസ് ഐ തിങ്ക് എസെൻഷ്യൽ. അതേ ഒരു സ്റ്റൈല് പഠിച്ചെടുക്കാനാവുമ്പോൾ നമുക്ക് അതാണ് കുറച്ചും കൂടി suitable എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. So you're saying that youngsters, if they are looking forward to studying Kathak, it is not a bad idea. Definitely, it's like a joy. It's not an idea, it's a joy, it's a pleasure. And one last question, ഇപ്പം നമ്മൾ ടീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും there is another stigma in the society. ഇപ്പൊ ഭരതനാട്യം ആണെങ്കിൽ if there is something like a കലാമണ്ഡലം എന്നുള്ള ഒരു ഡിഗ്രി അതിന്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ she gets a weightage. upper hand. അപ്പം അങ്ങനെ നമ്മളുടെ ഇടയിൽ കഥക്കിന് അങ്ങനെ ഉണ്ടോ? Is there a university that you can go to and study? അങ്ങനെയുണ്ടോ? ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് ആക്സസിബിലിറ്റി കുറവാണ്. നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി നിന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ട് നമ്മൾ അവരുടെ ഒരു ഡിഗ്രി എടുക്കുക. അതിൻ്റെ ഉള്ള ഒരു പ്രോസസ്സിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഗാന്ധർവ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് വിച്ച് ഇസ് ഫേമസ് ഇൻ നോർത്ത് ഇന്ത്യ, അവരുടെ ഒരു സർട്ടിഫൈഡ് കോഴ്സാണ് നമ്മൾ നോക്കുന്നത്. സോ ദേ വിൽ ഹാവ് ദാറ്റ് ഗാന്ധർവ വിദ്യാലയയുടെ കലാകാർ എന്നുള്ളൊരു പേര് നമുക്ക് കിട്ടും after they complete this. And is there another problem that Kerala people are not very used to ഇങ്ങനത്തെ കഥക് ജാർഗൻസ് പറഞ്ഞാലും അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ ഹിന്ദി ഒട്ടും ഫെമിലിയർ അല്ലാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ഇൻ ദ ബിഗിനിങ് ഇനീഷ്യൽ സ്റ്റേജസ് കുറച്ചൊരു ബുദ്ധിമുട്ടാവുമായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് സിമ്പിൾ ടേംസ്. നമ്മളൊരു സയന്റിഫിക് ടേം പഠിക്കുന്ന പോലെ, നമ്മൾ സയൻസ് എടുക്കുമ്പോൾ പുതിയ ടേംസ് പഠിക്കുന്ന പോലെ, ജസ്റ്റ് എ ക്വസ്റ്റ്യൻ ഓഫ് നോയിങ് ഇറ്റ് ആൻഡ് ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്, അത്രേ ഉള്ളൂ. നോട്ട് എ ബിഗ് ഡീൽ. Okay. All right, ma'am. Thank you very much for joining with me on Youngistan. Thank you so much.